മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ സന്തോഷകരമായിട്ടുള്ള കുറേ വാർത്തകൾ കേട്ടു. പണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് വേദനിക്കുന്നവരുടെയും വിശക്കുന്നവരുടെയും അനാഥരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും എല്ലാം പാർട്ടിയായിരുന്നു. പണ്ട് ഉണ്ടംപൊരിയും കട്ടൻ കാപ്പിയും എന്നെല്ലാം പറഞ്ഞ് മുറിവീടി വലിച്ചുകൊണ്ട് എടാ എന്ന് അങ്ങോട്ടും എടാ എന്ന് ഇങ്ങോട്ടുമൊക്കെ വിളിക്കുന്ന നേതാക്കന്മാരും അനുയായികളുമുള്ളൊരു പാർട്ടി ആലപ്പുഴയിൽ അതിഗംഭീരമായിട്ട് പാർട്ടിയുടെ പ്ലീനമോ എന്തൊക്കെയോ മീറ്റിങ്ങുകളൊക്കെ കൂടി എല്ലാവരുടെയും കഴുത്തിൽ പേരൊക്കെ എഴുതിയ വലിയ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. ഓരോ മനുഷ്യരും അതിലെ വലിയ വലിയ നേതാക്കന്മാർ സ്റ്റേജിൽ നിറഞ്ഞിരുന്നു. 91 വയസ്സായിട്ടുള്ള ഒരാളെ ക്രൂശിക്കാനാണ് 4 ദിവസവും പ്രധാനമായിട്ടും ഉപയോഗിച്ചതെങ്കിലും ഈ കഴുത്തിൽ ഇങ്ങനെ തുണി കെട്ടി കഴുത്തിൽ ഇങ്ങനെ ചരട് കെട്ടി കയ്യിൽ ഫയലും വെച്ച് ഓരോരുത്തരും നടക്കുന്ന കണ്ടപ്പോൾ 239 രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന UNOയിലെ പ്രതിനിധികൾ ഇനി 3ാം ലോക മഹായുദ്ധം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് മീറ്റിംഗ് കൂടുന്ന മാതിരിയാണ് തറ വിഷയങ്ങളെക്കുറിച്ച് ഇവരെല്ലാം ചർച്ച ചെയ്തത്. അപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും താമസിക്കുന്ന നേതാക്കന്മാർ റമദ 5 സ്റ്റാർ ഹോട്ടലിലാണ്. ഓരോരുത്തർക്കും ഓരോ മുറി അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിൻ്റെ ചോരയൂറ്റി സംഘടിപ്പിച്ച ബക്കറ്റ് പിരിവിലൂടെ സംഘടിപ്പിച്ച പൈസ കൊണ്ട് അതിഗംഭീരമായിട്ട് റമദ 5 സ്റ്റാർ ഹോട്ടലിനകത്ത് ഭാര്യയ്ക്ക് ഒരു മുറി, ഭർത്താവിന് വേറൊരു മുറി, രണ്ടുപേരും പാർട്ടിയുടെ ഉത്തരവാദിത്വമുള്ളവരായതുകൊണ്ട് ഭാര്യയ്ക്ക് ഒരു കാറ്, ഭർത്താവിന് വേറൊരു കാറ്, അങ്ങനെയാണ് പാർട്ടി സ്ഥലത്തേക്ക് പോവുക. സാമാന്യ കാറൊന്നുമല്ല, നാനോ കാറൊന്നുമല്ല, വളരെ വില പിടിച്ച കാറ്. ഞങ്ങൾ പണ്ട് CSIRൽ ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് CSIRൽ ഉണ്ടായിരുന്നപ്പോൾ CSIRലെ 5-6 ശാസ്ത്രജ്ഞന്മാർക്ക് കൂടിച്ചേർത്ത് ഒരു കാറാണ് അയക്കുക. അല്ലെങ്കിൽ ടാക്സി പിടിച്ച് വരാൻ പറയും, അത് ഗേറ്റിൽ വെച്ച് റീഇംബേഴ്സ് ചെയ്യും. അതിൽ ഓട്ടോ പിടിച്ച് വന്ന ശാസ്ത്രജ്ഞന്മാരും ധാരാളമായിട്ടുണ്ട്. അതൊന്നും അവർ കാര്യമാക്കാറില്ല. ഇവിടെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പൈസ മേടിച്ച് അതിഗംഭീരമായിട്ട് പാർട്ടി പ്ലീനം നടത്തി അമ്പലപ്പുഴ പായസമൊക്കെ കഴിച്ച് തിരിച്ചു പോയിട്ട് ഇനിയുള്ളത് എന്താണ് പാർട്ടി തീരുമാനം? അച്യുതാനന്ദനെ പുറത്താക്കണോ, അച്യുതാനന്ദനെ അകത്താക്കണോ, അല്ല പുറത്തും അകത്തുമല്ലാതെ ഗേറ്റിന്റെ മുകളിൽ നിർത്തണോ എന്നീ സംശയങ്ങളാണുള്ളത്. അതുപോലെ പാർട്ടി പ്രവർത്തകർക്ക് ദൈവവിശ്വാസമാവോ, പാർട്ടി പ്രവർത്തകർക്ക് ദൈവവിശ്വാസം വേണ്ടയോ, അല്ല ദൈവവിശ്വാസവും അവിശ്വാസവും ഒരുമിച്ച് നിർത്താൻ പറ്റുമോ? ഇങ്ങനെയുള്ള വരട്ട് ചിന്തകൾ 21ാം നൂറ്റാണ്ടിന് എന്നെ തള്ളിയ കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അണികളെ മുമ്പിൽ നിർത്തിയപ്പോൾ ഇത്രയും വിവരവും വിവേകവും എനർജിയുമുള്ള കുറേ അണികളെ ഒരു വിവരവും ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്ത നേതാക്കന്മാർ ആഹ്വാനം ചെയ്യുമ്പോൾ ശരിക്ക് എനിക്ക് അത്ഭുതം തോന്നുന്നത് ചില മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ മഹാരാജാസ് കോളേജിലെ അധ്യാപകരെ പഠിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് എൻ്റെ മനസ്സിലൊക്കെ പോയത്. പണ്ട് ഞാൻ മഹാരാജാസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ എല്ലാ അധ്യാപകരെയും വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾ കുറേ വിദ്യാർത്ഥികൾ ഒരു സജഷൻ കൊടുത്തു. അധ്യാപകരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് എല്ലാ അധ്യാപകരും വന്നിരുന്നു. 100-100ഓളം അധ്യാപകർ വന്നിരുന്നു. വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞു, ഇന്ന അധ്യാപകന്റെ പേര് പറഞ്ഞില്ല, ഇന്ന വിഷയമെടുക്കുന്ന അധ്യാപകൻ ഈ രീതിയിലാണ് ക്ലാസ് എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ PS രാമൻ സാറ്, ഡോക്ടർ സുബ്രഹ്മണ്യൻ സാറ്, ഡോക്ടർ KM മാത്യു സാറ് അവരെല്ലാം സ്റ്റേജിൽ വന്ന് പറഞ്ഞു, ഇത്രയും നല്ലൊരു മീറ്റിംഗ് നിങ്ങൾ കുറേ കാലം മുമ്പ് സംഘടിപ്പിച്ചിരുന്നു എങ്കിൽ ഞങ്ങളുടെ കുറവുകളൊക്കെ പരിഹരിക്കാൻ അത് എത്ര സഹായകമാകുമായിരുന്നു. നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഇതെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അറിയാതെ ഞങ്ങളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടുപോയ മഹാപരാധമാണ് ചെയ്തത്. ഏതായാലും എല്ലാ വർഷവും ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ വേണം. അധ്യാപകരുടെ കുറവ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കണം എന്ന് പറഞ്ഞ് അധ്യാപകർ തന്നെ ചായ വരുത്തി ഞങ്ങൾക്കെല്ലാം ചായ തന്ന് സന്തോഷത്തോടെ ഞങ്ങൾ പിരിഞ്ഞു.
ഞാൻ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ DYFIക്കാരോടും അണികളോട് പറയുന്നു, നിങ്ങളുടെ തലയ്ക്ക് സുഖമില്ലാത്തതായ കുറെ നേതാക്കന്മാര് പറഞ്ഞു കൂട്ടുന്നതും കാട്ടിക്കൂട്ടുന്നതും പത്രമാധ്യമങ്ങളിൽ വരുന്നു എന്നുള്ളത് ഒരു വശം. നിങ്ങൾ സത്യസന്ധമായിട്ട് ചിന്തിച്ചോ. ഈ കാവ്യമുണ്ടും ചുമന്ന ഷർട്ടുമിട്ട് മാർച്ച് ചെയ്ത CITUവിൻ്റെയും CPMൻ്റെയും അനുയായികളാവുന്ന യുവതലമുറ മാർച്ച് പാസ്റ്റിൽ പങ്കെടുത്തവര് അവർ പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല അവർക്ക് ഒരു ദിവസത്തെ കൂലി കിട്ടിയപ്പോ അത് ശരീരവും മെയ്യും അനങ്ങാതെ ചിക്കൻ ബിരിയാണിയും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഭക്ഷണവും പിന്നെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടിയും ഏർപ്പെടുത്തിയത് കൊണ്ടാണോ, പിന്നെ ഡെയിലി വേജസ് 550 രൂപയും കിട്ടിയത് കൊണ്ടാണോ വന്നത്? അതുകൂടി നിങ്ങളൊന്ന് അന്വേഷിക്കണം. അത് ഞാൻ അറിഞ്ഞത് ഇന്നലെയാണ്. എൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു പാർട്ടി പ്രവർത്തകരോട് ചോദിക്കുകയുണ്ടായി. മറ്റൊരു സുഹൃത്ത്, എൻ്റെ തന്നെ പേരുള്ള മറ്റൊരു സുഹൃത്ത് ചോദിച്ചു, ഇത്രയും അധികം വ്യക്തികൾ ഈ മാർച്ച് പാസ്റ്റിന് എങ്ങനെയാ വന്നത്? ഒരു വിഷമവും ഇല്ലാതെ മറ്റേ ആൾ പറഞ്ഞു, സാറേ ഒരാൾബലവുമില്ലാത്ത പാർട്ടിക്കാർ ഇത്രയും വലിയ മാർച്ച് പാസ്റ്റ് എങ്ങനെയാ നടത്തുന്നത്? അതുപോലെ ഞങ്ങളുടെ പാർട്ടി നടത്തിയാൽ നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം? കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ വരേണ്ടവരെ വരേണ്ടതുപോലെ വരേണ്ട സമയത്ത് വന്ന് വേണ്ട വിധത്തിൽ തന്നെ മാർച്ച് പാസ്റ്റ് നടത്തിയിട്ട് അവർ വീട്ടിൽ പോയിട്ട് ആർക്കൊക്കെയാണോ അവർക്ക് വോട്ട് ചെയ്യേണ്ടത് അവർക്ക് അവർ വോട്ട് ചെയ്യും. അതുകൊണ്ട് വോട്ട് ചെയ്യുന്നത് ഏത് പാർട്ടിക്കാണെന്നുള്ളതും മാർച്ച് പാസ്റ്റ് നടത്തുന്നത് ഏത് പാർട്ടിക്കാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു വയലില് നെല്ല് കൊയ്യുന്ന ഒരു സ്ത്രീ വയലിന്റെ ഉടമസ്ഥൻ ഏത് പാർട്ടിയാണെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ? വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ആ വണ്ടിയുടെ ഉടമസ്ഥൻ ഏത് പാർട്ടിയാണെന്ന് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ മാർച്ച് പാസ്റ്റ് നടത്തുന്ന പരേഡ് നടത്തുന്ന സഖാക്കള് ആ ദിവസം സഖാക്കളായിരുന്നു, മറ്റു ദിവസം അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ അവർ പോകും. ആളെ കാണിക്കണം, പത്രത്തിൽ നിറഞ്ഞിരിക്കണം. ഇതെല്ലാം നിങ്ങൾ അറിയണമെന്ന് പറയാനാണ് ഞാനിത് ഇത് നിങ്ങളോട് പറഞ്ഞത്. അല്ലാതെ പാർട്ടി സമ്മേളനവും ഇന്ത്യൻ പൈതൃകവും കൊണ്ട് നടക്കുന്ന ഗോപാലകൃഷ്ണൻ ഇതിലെന്തൊരു ബന്ധം? അയാൾക്ക് അയാളുടെ കാര്യം നോക്കിയാൽ പോരെ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് ന്യായമാണ്. ആ ചോദ്യം ന്യായമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്: ഈ നാടിന്റെ പൈതൃകവും ഈ നാടിന്റെ സംസ്കാരവും ഈ നാടിന്റെ മൂല്യങ്ങളും എല്ലാം തട്ടിത്തെറിപ്പിച്ച് റഷ്യയുടെയും ക്യൂബയുടെയും സൗത്ത് കൊറിയയുടെയും ചൈനയുടെയും സംസ്കാരമാണ് ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞ് ഓരോ അമ്പലങ്ങളും നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാവുമെന്ന് പറഞ്ഞ വേദവും ഇവിടുത്തെ ഗ്രന്ഥങ്ങളും നടുവഴിയിൽ കത്തിച്ച് ബ്രാഹ്മണ്യം എന്ന തനി തറ പേര് പറഞ്ഞ് ഈ നാടിന്റെ എല്ലാ പൈതൃകത്തെയും നശിപ്പിച്ച് മുമ്പോട്ട് വന്ന ഒരു പാർട്ടി ഈ നാടിന്റെ പൈതൃകത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവരാണ്. അവര് ഇന്ന് എങ്ങനെ സ്വയം നശിക്കുന്നു എന്നൊന്ന് അറിയിക്കാനാണ് ഇത് പറഞ്ഞത്. അവര് നശിക്കുന്നത് എത്രയധികം ലെവലിലേക്ക് അവർ താഴുന്നു എന്നുള്ളത് കണ്ണൂരിനെ കുറിച്ച് ഞാൻ വിവരിച്ചു. കണ്ണൂരിനെ കുറിച്ച് വിവരിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒരു പാർട്ടി പ്രവർത്തകരോടും പാർട്ടിയോടും എനിക്ക് അറ്റാച്ച്മെന്റും ഇല്ല, ഡിറ്റാച്ച്മെന്റും ഇല്ല. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് RSSകാരനാണോ BJPക്കാരനാണോ എന്ന്. ഞാനൊരു ഹിന്ദുവാണ്, ഒരു ഭാരതീയനാണ്. ഇത് രണ്ടും അല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ ഒന്നും എൻ്റെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു, ഒന്ന് ക്രിസ്ത്യാനികളെ കുറിച്ച് കുറച്ചു മുമ്പ് പറഞ്ഞതും ഇപ്പോ CPMനെ കുറിച്ച് പറഞ്ഞതും അവരുടെ രീതിയിൽ എന്ത് നന്മകൾ തിന്മകൾ ചെയ്താലും എന്നെ ബാധിക്കുന്നില്ല. പക്ഷെ അവർ ചെയ്യുന്നതെല്ലാം രണ്ടു കൂട്ടരും ചെയ്തത് ഈ നാടിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ആത്മീയ മഹത്വത്തെയും ഇവിടത്തെ ഉജ്ജ്വലരായ ആരാധിക്കാൻ യോഗ്യതയുള്ളവരെയും എല്ലാം അവഹേളിച്ചും അപകീർത്തിപ്പെടുത്തിയും നിരാകരിച്ചും നിഷേധിച്ചും ധാർഷ്ട്യത്തോടുകൂടി പുച്ഛിച്ചും ചെയ്യുന്ന ആ നേതാക്കന്മാര് റമദ 5 സ്റ്റാർ ഹോട്ടലിലും കാരാട്ടിനൊരു കാറ്, വൃന്ദ കാരാട്ടിന് വേറൊരു കാറ്, നേതാക്കന്മാരുടെ കഴുത്തിലൊക്കെ കൊലക്കയറ് മാതിരി ഓരോ ചരട്, ഇതെല്ലാം ബക്കറ്റ് പിരിവിലൂടെ പാവങ്ങൾ നടത്തിയ ആ ഡൊണേഷൻ കളക്ട് ചെയ്തിട്ടാണ് ഈ ആഡംബരം എന്ന് തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബംഗാളിലോ ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തിലോ ഒരു MP പോലും ഇല്ലാതെ ഈ കേരളത്തില്
5ഉം 10ഉം പാർട്ടികളുടെ കൂട്ടത്തിൽ ചേർന്ന് 94 വയസ്സായ അമ്മച്ചിയെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അത്രയും വോട്ട് കിട്ടുമല്ലോ. താമരശ്ശേരി ബിഷപ്പിന്റെ അവിടെ ചെന്നിട്ട് കരിമീൻ കഴിച്ചാല് അത്രയും വോട്ട് കിട്ടിയാലായി. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ പാർട്ടി പ്ലീന സ്ഥലത്ത് സ്ഥലം വെച്ചു കൊടുത്താൽ അത്രയും മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയാലായി എന്ന് പറഞ്ഞ് ശരിക്കും പിച്ചക്കാരെ പോലെ നടക്കേണ്ടി വരുന്നവര് എങ്ങനെയാണ് ഈ റെഡ് വോളണ്ടിയേഴ്സ് പരേഡ് നടത്തുന്നത് എന്നുകൂടി ഒന്ന് അറിയണ്ടേ? നേതാക്കന്മാർ എവിടെയാ താമസിക്കുന്നത്, അന്തി ഉറങ്ങുന്നത് എന്നുകൂടി അറിയണ്ടേ? പഴംപൊരിയിലും ഉണ്ടംപൊരിയിലും പരിപ്പുവടയിലും കട്ടൻ കാപ്പിയിലും ആരംഭിച്ച ജീവിതം ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു? അപ്പോ ഈ യുവതലമുറ അറിയണം, ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള സംസ്കാരത്തെ നിരാകരിച്ച് നിഷേധിച്ച് പുച്ഛിച്ച് ഇടത്തേക്കാലുകൊണ്ട് തട്ടിയിട്ടും ആ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നു. ഒരു 100 വർഷം പോലും തികയ്ക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയുടെ ഇസം ചത്ത് മണ്ണടിയുന്ന കാഴ്ച നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ ആലപ്പുഴയിലെ പാർട്ടി പ്ലീനത്തിന്റെ വീഡിയോ നോക്കുക, അല്ലെങ്കിൽ കണ്ണൂരിലേക്കൊന്ന് പോവുക, അല്ലെങ്കിൽ പാലക്കാടേക്ക് പോവുക. നിങ്ങൾക്കത് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.